ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടന്നാക്രമിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. സഭയ്ക്കകത്തും പുറത്തും സർക്കാർ പ്രകടിപ്പിക്കുന്നത് വെറും മർക്കട പുഷ്ടിയും അഹങ്കാരവുമാണെന്നും കേരളത്തിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ തിരസ്കരിച്ച ഒരു ഭരണകൂടമാണിതെന്നും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി. ഭക്തജനങ്ങളുടെ വികാരത്തെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ ശബരിമലയിലെ പവിത്രമായ സ്വർണ്ണശേഖരത്തിൽ നടന്ന തിരിമറികൾ പുറത്തു വരുമ്പോൾ അതിൽ മറുപടി പറയാൻ സാധിക്കാത്ത വിധം സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ വലിയ കൊള്ളയിലെ യഥാർത്ഥ പ്രതിയെന്ന് താൻ വിശേഷിപ്പിക്കുന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യാതൊരുവിധ നടപടികളും നേരിടാതെ ഇപ്പോഴും വിലസുകയാണെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. കേസ് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും നിലവിൽ ആ സംഘം നിഷ്ക്രിയമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. അയ്യപ്പ ഭക്തരുടെ സംഗമത്തിനും ശബരിമല വികസനത്തിനുമൊക്കെ വലിയ രീതിയിൽ മുൻകൈയെടുത്തിരുന്ന മന്ത്രി VN വാസവൻ ഇപ്പോൾ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കൈകഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. ഒരേ വിഷയത്തിൽ തന്നെ നിയമസഭയിൽ ഒന്നിനു പുറകെ ഒന്നായി പരസ്പര വിരുദ്ധമായ മറുപടികളാണ് മന്ത്രി നൽകുന്നത്. ഒരു ചോദ്യത്തിന് രണ്ടു വിധത്തിലുള്ള ഉത്തരങ്ങൾ നൽകുന്നതിലൂടെ മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ഇത്ര കാലമായിട്ടും കാണാതായ സ്വർണത്തിന്റെ കണക്കുകൾ കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നത് ഗൗരവകരമായ ഒരു വീഴ്ചയാണ്. ഭക്തർ സമർപ്പിച്ച കാണിക്കയുടെയും വഴിപാടുകളുടെയും കാര്യത്തിൽ ഇത്രയേറെ സുതാര്യത കുറവ് അനുഭവപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയത്തിൽ അന്യൻ കളിക്കുകയാണ് മന്ത്രിയെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് തുടർച്ചയായി നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ഈ സർക്കാരിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞതാണെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ആയാലും ഇടതുപക്ഷത്തിന് നേരിട്ട കനത്ത തിരിച്ചടി ഇതിന്റെ തെളിവാണ്. ജനവിധി മാനിക്കാതെ അഹങ്കാരത്തോടെ മുന്നോട്ടു പോകുന്ന സർക്കാരിന് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയങ്ങളോട് മര്യാദയായ സമീപനമല്ല ഉള്ളത്. അവിശ്വാസം കൊണ്ടുവന്നാൽ മുഖ്യമന്ത്രി നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന 2 മണിക്കൂർ നീളുന്ന പ്രസംഗം വായിക്കുകയാണ് പതിവ്. വസ്തുതകൾക്ക് നിരക്കാത്തതും ജനങ്ങളെ പരിഹസിക്കുന്നതുമായ ആ പ്രസംഗം കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് താല്പര്യമില്ലെന്നും അതുകൊണ്ടാണ് തങ്ങൾ സഭ ബഹിഷ്കരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മന്ത്രി P രാജീവിനെതിരെയും രൂക്ഷമായ പരാമർശങ്ങളാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. ഈയിടെയായി P രാജീവിന് സ്ഥലകാല വിഭ്രാന്തിയാണെന്നും ഭരണത്തിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ മറന്നുപോവുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാവുകയാണ്. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാതായതും കണക്കുകളിൽ കോടികളുടെ വ്യത്യാസം വന്നതും നിസ്സാരമായി കാണാൻ കഴിയില്ല. ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിയമപരമായ നടപടികളിലൂടെ പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നതുവരെ കോൺഗ്രസ് വിശ്രമിക്കില്ലെന്നും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ ആഭരണങ്ങളുടെയും സ്വർണ്ണ ഉരുപ്പിടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. സർക്കാരിന്റെ അധീനതയിലുള്ള അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സാഹചര്യത്തിൽ നീതിയുക്തമായ അന്വേഷണം നടക്കില്ലെന്ന് ചെന്നിത്തല ഉറപ്പിച്ചു പറയുന്നു. ശബരിമലയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുകയും പിന്നീട് അവിടെ നടന്ന അഴിമതികളെ മൂടിവെക്കുകയും ചെയ്യുന്ന ഇരട്ടത്തപ്പാണ് ഇടതുമുന്നണിയുടേത്. വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് UDF നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.